നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുടുബിദ്രിയിൽ കോളേജ് കുട്ടികളെ ഉൾപ്പെടെ പെൺവാണിഭത്തിനായി ഉപയോഗിക്കുന്ന സംഘം പിടിയിൽ. പെൺകുട്ടികളുടെ വ്യാജ പേയിങ് ഗസ്റ്റുകളായി പാർപ്പിച്ചായിരുന്നു ചൂഷണം. ഭീമനടി പ്ലാച്ചിക്കരയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 15 പേർക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് റോഡിൽ വാഹന ഗതാഗതം 1 മണിക്കൂറോളം സ്തംഭിച്ചു. കാസർഗോഡ് പോക്സോ കേസ് പ്രതി പിടിയിൽ. ബേർക്ക ചെർക്കളയിലെ അഷ്റഫാണ് അറസ്റ്റിലായത്. ചന്തേരയിൽ MDMAയുമായി യുവാവ് പിടിയിൽ. കാടാങ്കോട്ടെ VP മുഹമ്മദ് നവാസാണ് അറസ്റ്റിലായത്. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് കലോത്സവത്തിനിടെ കൂട്ടത്തല്ല്. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. ചെങ്കള പഞ്ചായത്തിലേക്ക് CPIM മാർച്ച് നടത്തി. ചെങ്കള പഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് ആരോപിച്ചായിരുന്നു ബഹുജന മാർച്ച്. തട്ടുകടയും ഓംലെറ്റും റെഡി. പഴമയുടെ കഥ പറഞ്ഞ് ആലൂർ ഓൾഡ് ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ വേറിട്ട പരിപാടി ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം. വെള്ളരിക്കുണ്ട് പ്ലാത്തടം ബസ് സ്റ്റോപ്പിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്ലാത്തടം ബസ് സ്റ്റോപ്പിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ. വെള്ളിയാഴ്ച രാവിലെയാണ് പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടത്. നാഗ്പൂർ ജയിലിലടച്ച റിജാസിനെ ഉടൻ വിട്ടയക്കുക. ഉത്തരേന്ത്യയിലെ നിരപരാധികളായ ആദിവാസികളുടെ കൂട്ടക്കൊലകൾ ഉടൻ അവസാനിപ്പിക്കുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് വരെ അനുഭവിക്കേണ്ടി വന്ന ബ്രാഹ്മണ ഹിന്ദു ഫാസിസത്തിനെതിരെ പോരാടുക എന്നിങ്ങനെയുള്ള വാക്കുകൾ എഴുതിയ പോസ്റ്ററുകളാണ് ജനകീയ വിമോചന മുന്നണി ഏരിയ കമ്മിറ്റി എന്ന പേരിൽ വ്യാപകമായി പതിച്ചിട്ടുള്ളത്. വെള്ളരിക്കുണ്ട് പോലീസ് സ്ഥലത്തെത്തി പോസ്റ്ററുകൾ നീക്കം ചെയ്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്. മംഗളൂരു മുടുബിദ്രിയിൽ പ്രായപൂർത്തിയാകാത്ത കോളേജ് കുട്ടികളെ ഉൾപ്പെടെ പെൺവാണിഭത്തിനായി ഉപയോഗിക്കുന്ന സംഘം പിടിയിൽ. പെൺകുട്ടികളെ വ്യാജ പേയിങ് ഗസ്റ്റുകളായി പാർപ്പിച്ചായിരുന്നു ചൂഷണം. മുടുബിദ്രിയിൽ പ്രായപൂർത്തിയാകാത്ത കോളേജ് കുട്ടികളെ ഉൾപ്പെടെ പെൺവാണിഭത്തിനായി ഉപയോഗിച്ച സംഘം പിടിയിൽ. മുടുബിദ്രി നിദോടി സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ മഹേഷ്, കട്ടീൽ സ്വദേശികളായ ശ്രീകാന്ത്, യജ്ഞേഷ്, ദിലീപ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ സംഘത്തിൽ നിന്നും പോലീസ് രക്ഷപ്പെടുത്തി. യുവതികളെ വ്യാജ പേയിങ് ഗസ്റ്റുകളായി പാർപ്പിച്ചായിരുന്നു പെൺവാണിഭത്തിന് ഉപയോഗിച്ചിരുന്നത്. ദക്ഷിണ കന്നഡ ജില്ലയിലെ മുടുബിദ്രി താലൂക്കിലെ നിദ്ദോടിയിലാണ് സംഭവം. ഓട്ടോ ഡ്രൈവറായ മഹേഷ് പ്രായപൂർത്തിയാകാത്ത 2 കോളേജ് പെൺകുട്ടികളെ പ്രണയം നടിച്ച് പെൺവാണിഭ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നു. ഇതിനിടെ ഇയാളുടെ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീട് വളഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് സംഘം പിടിയിലായത്. സംഭവത്തിൽ മുടുബിദ്രി പോലീസ് പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കേസെടുത്തു. അടുത്തിടെ മൈസൂർ താലൂക്കിലെ ദാസനക്കൊപ്പലിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഹൈടെക് പെൺവാണിഭ കേന്ദ്രം പോലീസ് റെയ്ഡ് ചെയ്യുകയും 6 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. ഭീമനടി പ്ലാച്ചിക്കരയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 15 പേർക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് റോഡിൽ വാഹന ഗതാഗതം 1 മണിക്കൂറോളം സ്തംഭിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 5ഓടെയായിരുന്നു അപകടം. ഭീമനടി പ്ലാച്ചിക്കരയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 15 പേർക്ക് പരിക്ക്. കാഞ്ഞങ്ങാട്ടേക്ക് വരികയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും എതിരെ ഇരിട്ടിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം. അപകടത്തിൽ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 5 മണിയോടെയാണ് അപകടം നടന്നത്. ഡ്രൈവർ ഉൾപ്പെടെ 3 KSRTC ജീവനക്കാർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി. വെള്ളരിക്കുണ്ട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ബസ്സുകളുടെ മുൻഭാഗം തകർന്നു. ശക്തമായ മഴയിലായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്. കാസർഗോഡ് പോക്സോ കേസ് പ്രതി പിടിയിൽ. ബേർക്ക ചെർക്കളയിലെ അഷ്റഫാണ് അറസ്റ്റിലായത്. 3 വർഷക്കാലമായി ഒളിവിൽ കഴിഞ്ഞ് വരുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ വാറണ്ട് പ്രതി 3 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. ചെർക്കള ബേർക്കയിലെ കുഞ്ഞുമായൻ അഷ്റഫാണ് പിടിയിലായത്.
ചെർക്കളയിൽ വച്ചാണ് പോലീസ് സംഘം സമർത്ഥമായി പ്രതിയെ പിടികൂടിയത്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ M IPSന്റെ മേൽനോട്ടത്തിൽ വനിതാ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അജിത കെയുടെ നേതൃത്വത്തിൽ CPO ശ്രുതി, ASI നാരായണ, സബ് ഡിവിഷണൽ സ്ക്വാഡ് അംഗങ്ങളായ CPO മാരായ രാജേഷ്, സജീഷ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചന്തേരയിൽ MDMAയുമായി യുവാവ് പിടിയിൽ. കാടാങ്കോട്ടെ VP മുഹമ്മദ് നവാസ് ആണ് അറസ്റ്റിലായത്. MDMAയുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയിൽ നിന്നും 1.03 ഗ്രാം MDMA പോലീസ് പിടികൂടി. ചെറുവത്തൂർ കാടാങ്കോട് കുഴിഞ്ഞടിയിൽ നിന്നുമാണ് മയക്കുമരുന്ന് ചന്തേര പോലീസ് പിടികൂടിയത്. കാടാങ്കോട്ടെ VP മുഹമ്മദ് നവാസ് ആണ് അറസ്റ്റിലായത്. ഹോട്ടലിന് മുൻവശം റോഡരികിൽ നിൽക്കുകയായിരുന്ന യുവാവിൽ നിന്നും MDMA കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. എയിംസ് കാസർഗോഡ് സ്ഥാപിക്കണമെന്ന ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് ദൗർഭാഗ്യകരമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്. കാസർഗോഡ് ജനതയുടെ അടിസ്ഥാന സൗകര്യത്തിനാവശ്യമായ ആവശ്യത്തെ അവഗണിക്കുന്ന നിലപാടാണ് UDF, LDF മുന്നണികൾ സ്വീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കാസർഗോഡ് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും നിലപാട് ദൗർഭാഗ്യകരമാണ്. കാസർഗോഡ് ജില്ലയുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ എയിംസ് വേണമെന്ന് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. പക്ഷെ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഇവിടുത്തെ MLAമാരും അതുപോലെ തന്നെ ഇടതുപക്ഷ വലതുപക്ഷ മുന്നണികൾ. MP ഒരു മാധ്യമം പ്രതികരണം ചോദിച്ചപ്പോൾ എയിംസ് കാസർഗോഡ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞു എന്നതിനപ്പുറത്ത് യാതൊരു വിധത്തിലുള്ള ഇടപെടലും നടത്താൻ അദ്ദേഹം തയ്യാറായില്ല. അതുകൊണ്ട് ജില്ലയുടെ MLAമാരോടും MP യോടും അതുപോലെ തന്നെ ഇടതുപക്ഷ വലതുപക്ഷ മുന്നണികളോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എയിംസ് കാസർഗോഡ് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്താനും അത് ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ, പരിശോധനാ പട്ടികയിൽ ഉൾപ്പെടുത്താൻ തയ്യാറാണോ, അത് സംബന്ധിച്ചുള്ള നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കണം. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കാൻ മുൻകൈ എടുക്കാതിരിക്കുന്നത് ഇവിടുത്തെ വൻകിട സ്വകാര്യ സഹകരണ മേഖലയിലെ ആശുപത്രികളുടെ ലോബിയാണെന്ന് ന്യായമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് പറയാൻ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ MLA MP-യും തയ്യാറാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് കലോത്സവത്തിനിടെ കൂട്ടത്തല്ല്. പോലീസ് ലാത്തി വീശിയതോടെയാണ് പരസ്പരം ഏറ്റുമുട്ടിയ ആൾക്കൂട്ടം പിരിഞ്ഞുപോയത്. സംഭവത്തിൽ കുമ്പള പോലീസ് 50 പേർക്കെതിരെ കേസെടുത്തു. കലോത്സവത്തിനിടയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം സമാപിച്ചതിന് പിന്നാലെ കൂട്ടത്തല്ല്. കലോത്സവത്തിനിടയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് ചേരിതിരിഞ്ഞുള്ള കൂട്ടത്തല്ലിൽ കലാശിച്ചത്. വിദ്യാർത്ഥികളുടെ കൂട്ടയടിയിൽ സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളും യുവാക്കളും പക്ഷം ചേർന്നത് സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. നാട്ടുകാർ ഇടപെട്ടെങ്കിലും സംഘർഷത്തിൽ അയവുണ്ടായില്ല. കുമ്പള പോലീസ് എത്തി ലാത്തി വീശിയതോടെയാണ് സ്കൂൾ പരിസരത്തും മൊഗ്രാൽ ടൗണിലും കൂട്ടം കൂടി സംഘർഷത്തിലേർപ്പെട്ട വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയത്. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവ സമാപനത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘടനമുണ്ടാകുക പതിവാണ്. അതിനാൽ തന്നെ PTA കമ്മിറ്റി നേരത്തെ തന്നെ പോലീസിന്റെ സാന്നിധ്യം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. സംഘർഷത്തിൽ ഉൾപ്പെടാത്ത നിരപരാധികളായ വിദ്യാർത്ഥികളെ പോലീസ് ലാത്തി കൊണ്ട് അടിച്ചോടിച്ചതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. സംഘർഷത്തിനിടെ പരിക്കേറ്റ ചില വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും വിവരമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെങ്കള പഞ്ചായത്തിലേക്ക് CPIM മാർച്ച് നടത്തി. ചെങ്കള പഞ്ചായത്തിന്റെ അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് ആരോപിച്ചായിരുന്നു CPIM കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. സുമതി ഉദ്ഘാടനം ചെയ്തു. ചെങ്കള പഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് ആരോപിച്ച് CPIM കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി.
ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുമതി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ കുറച്ച് മെമ്പർമാർ മാത്രമാണ് ഈ പഞ്ചായത്തിനകത്തുള്ളത്. എല്ലാ ഘട്ടങ്ങളിലും പഞ്ചായത്ത് യോഗം നടക്കുമ്പോഴും അല്ലാതെയും എല്ലാ സന്ദർഭങ്ങളിലും പഞ്ചായത്ത് മെമ്പർമാർ പ്രതിപക്ഷം എന്ന രീതിയിൽ ഈ ചെയ്തികളെ സംബന്ധിച്ച് ഇവിടെയുള്ള ഭരണാധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താനും പലപ്പോഴും തിരുത്താൻ ആവശ്യമായിട്ടുള്ള വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള തിരുത്തൽ പ്രക്രിയയും ഈ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കെ ജയകുമാരി അധ്യക്ഷത വഹിച്ചു. സി വി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഏരിയ സെക്രട്ടറി ടി എം എ കരീം, കെ രവീന്ദ്രൻ, പി ശിവപ്രസാദ്, സുഭാഷ് പാടി, കെ വേണുഗോപാലൻ, കെ ഗിരീഷ്, കെ വി ബാലരാജൻ, റഫീഖ് എന്നിവർ സംസാരിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളിലും കുടിവെള്ള വിതരണത്തിലും ഉൾപ്പെടെ എല്ലാ മേഖലയിലും സർവത്ര അഴിമതി നടത്തുകയും സ്വന്തക്കാർക്കായി പദ്ധതികൾ നടപ്പാക്കുന്നതിനുമെതിരെ ലീഗുകാർ തന്നെ പരസ്യമായി രംഗത്തെത്തിയിരുന്നതായി CPM പറയുന്നു. പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതി പരമ്പര ലീഗുകാർ തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇത് നിഷേധിക്കാനോ മറുപടി പറയാനോ പറ്റാത്ത ഗതികേടിലാണ് ഭരണസമിതിയും ലീഗ് നേതൃത്വവുമെന്നും അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്ന ഭരണക്കാരെ ജനങ്ങൾക്കു മുമ്പിൽ തുറന്നുകാട്ടാനാണ് മാർച്ച് സംഘടിപ്പിച്ചതെന്നും CPM നേതാക്കൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തട്ടുകടയും ഓംലെറ്റും റെഡി. പഴമയുടെ കഥ പറഞ്ഞ് ആലൂർ ഓൾഡ് ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ വേറിട്ട പരിപാടി ശ്രദ്ധേയമായി. പഴയ നാട്ടുകഥകൾക്ക് വേദിയൊരുക്കി ആലൂർ ഓൾഡ് ഫ്രണ്ട്സ് കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടി വേറിട്ട അനുഭവമായി മാറി. മൊബൈൽ ഫോണും ഇന്റർനെറ്റ് സംവിധാനങ്ങളും വരുന്നതിനു മുൻപുള്ള ഒരു കാലത്തേക്കുള്ള മടങ്ങിപ്പോക്കായി പരിപാടി മാറി. വിവിധ തലമുറകളിലെ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ച പരിപാടിയിൽ പോയ കാലത്തിൻ്റെ ഓരോ ഓർമ്മകളും പെയ്തിറങ്ങി. പരിപാടിക്ക് പെരുമ പകർന്ന് പഴയ തട്ടുകടയും ഒരുക്കിയിരുന്നു. തട്ടുകടയിൽ നിന്ന് ഓംലെറ്റും ചായയും കഴിച്ചുകൊണ്ടായിരുന്നു വർത്തമാനം. പരിപാടി സാമൂഹ്യ പ്രവർത്തകൻ BK ഹംസ ആലൂർ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ എബി കുട്ടിയാനം മുഖ്യാതിഥിയായിരുന്നു. അഷ്റഫ് അച്ചു സ്വാഗതം പറഞ്ഞു. ഇസ്മായിൽ ആലൂർ അധ്യക്ഷത വഹിച്ചു. AT മുഹമ്മദ്, അബ്ദുള്ള അപ്പോളോ, ഇസ്മായിൽ മാസ്റ്റർ, AT അബു, ജനാർദ്ദൻ, രാജു, ഇസ്മായിൽ, TA സൈനു, TK ജലാൽ, TA ലത്തീഫ്, NA അച്ചു, മുസ്തഫ മസ്കറ്റ്, TA മുഹമ്മദ് കുവൈത്ത്, കബീർ ഷാർജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന കായികമേളയും ജില്ലാ ശാസ്ത്രമേളയും ഒരേ ദിവസം എത്തിയത് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നു. 21 മുതൽ 28 വരെ സംസ്ഥാന കായികമേള തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ 24-25 ദിവസങ്ങളിലാണ് ജില്ലാ ശാസ്ത്രമേള. 2 പരിപാടികളിലും പങ്കെടുക്കാനുള്ള കുട്ടികളെ ഇത് ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. കുമ്പള ഉപജില്ലാ മേളയും 21-നാണ്. കായികമേളയിൽ കരുത്ത് തെളിയിക്കണോ ശാസ്ത്ര പ്രതിഭയാകണോ എന്ന് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള മേളകൾ ഒരുമിച്ച് നടത്താനുള്ള തീരുമാനം വിദ്യാർത്ഥികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. 21 മുതൽ 28 വരെ സംസ്ഥാന കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ തിരുവനന്തപുരത്ത് നടത്തുകയാണ്. അതേ ദിവസങ്ങളിൽ ജില്ലാ ശാസ്ത്രമേളയും തീരുമാനിച്ചിട്ടുണ്ട്. 24-25 തീയതികളിൽ കക്കാട്ട് GHSSലാണ് മേള നടക്കുന്നത്. 2 പരിപാടികളിലും പങ്കെടുക്കേണ്ട കുട്ടികൾക്കാണ് ഇത് പ്രതിസന്ധിക്കിടയാക്കുന്നത്. കുമ്പള ഉപജില്ലാ മേളയും 21-നാണ്. സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന പങ്കാളിത്ത സർട്ടിഫിക്കറ്റിന് പോലും മൂല്യമുണ്ട്. ജില്ലാ ശാസ്ത്രമേളയിൽ മികവ് കാട്ടി സംസ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ സർട്ടിഫിക്കറ്റിനും ഗ്രേസ് മാർക്കിനും ഉൾപ്പെടെ പരിഗണിക്കും. കായിക ശാസ്ത്രമേളകളിൽ മികവ് കാട്ടുന്ന കുട്ടികളെയാണ് അധികൃതരുടെ തീരുമാനം പ്രതിസന്ധിയിൽ ആക്കുന്നത്. സംസ്ഥാന കായികമേളയുടെ തീയതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് അതേ തീയതിയിൽ ജില്ലാ ശാസ്ത്രമേളയും തീരുമാനിച്ചതെന്ന് വ്യക്തമല്ല. ഉപജില്ലാ ശാസ്ത്രമേളകൾ ഭൂരിഭാഗവും പൂർത്തിയായിട്ടുണ്ട്. തീയതി മാറ്റാൻ സാധ്യതയില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ഇനങ്ങൾ സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം അമ്പിത്തടിയിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം. കാസർഗോഡ് വികസന പാക്കേജിന്റെ ഭാഗമായുള്ള 40 ലക്ഷം രൂപയുടെ പദ്ധതി പ്രകാരം സെന്റർ നമ്പർ 11-ലെ ഹൈടെക് അംഗനവാടിക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു.
കുട്ടികളുടെ ഭാവിയെ വിലമതിക്കാതെ വിവിധ തരത്തിൽ എതിർപ്പുണ്ടാക്കിയവരുടെ നിലപാടുകൾ അവഗണിച്ച് മഞ്ചേശ്വരം അമ്പിത്തടിയിലെ ജനങ്ങളുടെ ദീർഘകാല കാത്തിരിപ്പ് ഒടുവിൽ സാക്ഷാത്കരിക്കപ്പെട്ടു. കാസർഗോഡ് വികസന പാക്കേജിന്റെ ഭാഗമായുള്ള 40 ലക്ഷം രൂപയുടെ പദ്ധതി പ്രകാരം സെന്റർ നമ്പർ 11 ഹൈടെക് അംഗൻവാടിക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ തറക്കല്ലിടൽ നിർവഹിച്ചു. അംഗൻവാടിക്ക് കെട്ടിടം വേണമെന്ന നാട്ടുകാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇവിടെ സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നത്. അംഗൻവാടിക്ക് സംയുക്ത പദ്ധതി എന്ന രീതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ജില്ലയിൽ കെട്ടിടമില്ലാത്ത 44 അംഗൻവാടികൾക്ക് കെട്ടിടം പണിയാൻ ആദ്യത്തെ ഗഡു 1 കോടി രൂപ നീക്കിവെച്ചിരുന്നു. പിന്നീട് രണ്ടാം ഗഡു 1 കോടി രൂപ വീണ്ടും നീക്കിവെച്ചു. കുറേ അംഗൻവാടികളുടെ പ്രവൃത്തി തുടങ്ങി. ഇപ്പോൾ 20ഓളം അംഗൻവാടികളുടെ പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം തുടങ്ങുന്ന ഒരു പ്രവൃത്തിയാണ് ഈ അമ്പിത്താടി അംഗൻവാടിയുടെ പ്രവൃത്തി. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, വിവിധ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ 100 കണക്കിന് പേർ പങ്കെടുത്തു. ഗ്രാമത്തിലെ വികസനത്തിനായി നാട്ടുകാർ നിരന്തരം നടത്തിയ പോരാട്ടങ്ങൾക്കും എതിർപ്പുകൾക്കിടയിലും അവർ കാണിച്ച ഐക്യത്തിനുമുള്ള പ്രതിഫലമാണ് പുതിയ അംഗൻവാടി കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ. പുതിയ ഹൈടെക് അംഗൻവാടിയുടെ പൂർത്തീകരണത്തോടെ കുട്ടികൾക്ക് സുരക്ഷിതവും സാങ്കേതിക സമ്പന്നവുമായ പഠന പരിസ്ഥിതി ഒരുക്കുവാനാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. NH66 കാൽനടയാത്രക്കാരുടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തി. കേസ് സ്റ്റഡീസ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജനകീയ ഒപ്പ് ശേഖരണ പദയാത്രാ ക്യാമ്പയിൻ ചെർക്കളയിൽ സമാപിച്ചു. പദയാത്രയിൽ സിറ്റിസൺ നഗർ ജനകീയ കൂട്ടായ്മയും കാസർഗോഡ് വാമോസ് മോർണിംഗ് വർക്കൌട്ട് കൂട്ടായ്മയും പങ്കെടുത്തു. സമാപന കേന്ദ്രമായ ചെർക്കളയിൽ മുസ്ലിം യൂത്ത് ലീഗ് ചെർക്കള ടൗൺ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ദേശീയപാത 66 മെയിൻ റോഡിലും സർവീസ് റോഡിലുമുള്ള കാൽനടയാത്രക്കാരുടെ സുരക്ഷാ വിഷയങ്ങളും ആവശ്യകതകളും ഉയർത്തിക്കാണിച്ച് എല്ലാ സ്റ്റോപ്പിലും ഫുട് ഓവർ ബ്രിഡ്ജിന്റെ ആവശ്യവും പല സ്ഥലങ്ങളിലും ഫുട്പാത്തിന്റെ വീതിക്കുറവും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടിയുമുള്ള കേസ് സ്റ്റഡീസ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജനകീയ ഒപ്പുശേഖരണ പദയാത്രാ ക്യാമ്പയിൻ ചെറുക്കളയിൽ സമാപിച്ചു. മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ സ്മാരക കോളേജിൽ വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ AKM അഷ്റഫ് MLA ഫ്ലാഗ് ഓഫ് ചെയ്താണ് പദയാത്ര ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് രാവിലെ 10 മണിക്ക് മൊഗ്രാൽപുത്തൂർ കുന്നിൽ നിന്നും ആരംഭിച്ച പദയാത്ര ചൗക്കി ജംഗ്ഷൻ, നുള്ളിപ്പാടി, അണങ്കൂർ, ഗവൺമെന്റ് കോളേജ് കാസർഗോഡ്, വിദ്യാനഗർ ഗോപാലകൃഷ്ണ പെട്രോൾ പമ്പ്, സന്തോഷ് നഗർ, സിറ്റിസൺ നഗർ, ഇന്ദിരാനഗർ എന്നീ സ്ഥലങ്ങളിലൂടെ കടന്നുപോയാണ് 7 മണിക്ക് ചെർക്കളയിൽ സമാപിച്ചത്. പദയാത്രയിൽ സിറ്റിസൺ നഗർ ജനകീയ കൂട്ടായ്മയും കാസർഗോഡ് വാമോസ് മോർണിംഗ് വർക്കൌട്ട് കൂട്ടായ്മയും പങ്കെടുത്തു. സമാപന കേന്ദ്രമായ ചെർക്കളയിൽ മുസ്ലിം യൂത്ത് ലീഗ് ചെർക്കള ടൗൺ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. എല്ലാ കേന്ദ്രങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് പദയാത്രയ്ക്ക് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UAE KMCC ഫൗണ്ടേഴ്സ് പുരസ്കാരം പ്രവാസി വ്യവസായിയും UAE KMCC ജനറൽ സെക്രട്ടറിയുമായ യഹ്യ തളങ്കരയ്ക്ക് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ സമ്മാനിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ RK മാളിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു പുരസ്കാരം സമർപ്പിച്ചത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ RK മാളിൽ സംഘടിപ്പിച്ച UAE KMCC ഫൗണ്ടേഴ്സ് പുരസ്കാരം ജീവകാരുണ്യ, സാമൂഹ്യ, കലാസാംസ്കാരിക മേഖലകളിലെ നേതൃപാടവത്തിലൂടെ ശ്രദ്ധേയനായ പ്രവാസി വ്യവസായിയും UAE KMCC ജനറൽ സെക്രട്ടറിയുമായ യഹ്യ തളങ്കരയ്ക്ക് പ്രഥമ മഠത്തിൽ മുസ്തഫ സോഷ്യൽ എക്സലൻസി അവാർഡ് മുനവർ അലി തങ്ങൾ സമ്മാനിച്ചു. UAE അക്ഷരാർത്ഥത്തിൽ തന്നെ മരുഭൂമിയായിരുന്ന കാലം മുതൽക്കേ കഠിനപാതകൾ താണ്ടിയാണ് പൂർവികർ KMCC പടുത്തുയർത്തിയതെന്നും അതിൻ്റെ ഫലം ലോകം മുഴുവനും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളും മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MPയും പറഞ്ഞു. മുസ്ലിം ലീഗും പോഷക സംഘടനകളും സമൂഹത്തിന് വലിയ താങ്ങും തണലുമായി വളരുകയാണെന്നും KMCCയുടെ സേവനം സമാനതകളില്ലാത്തതാണെന്നും ഇതിൻ്റെ സ്ഥാപനത്തിനും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിച്ചവരുടെ കഠിനാധ്വാനമാണ് ഇന്നെല്ലാവരും ഒരുപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും KMCCയുടെ സ്ഥാപകരിൽ ഒരാളായ മഠത്തിൽ മുസ്തഫയുടെ പേരിൽ നൽകുന്ന ആദ്യത്തെ പുരസ്കാരത്തിന് KMCCയുടെ നട്ടലായ യഹ്യ തളങ്കരയെ തിരഞ്ഞെടുത്തത്
ഉചിതമായ തീരുമാനമാണെന്നും മുനവറലി തങ്ങൾ പറഞ്ഞു. മണലാകുണ്ടി എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ മണലാകുണ്ടിയാണ്. അത് വെയിൽ കൊണ്ട് പണിയെടുത്ത് വലിയ ത്യാഗം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾ അന്ന് അവിടെ ജോലി ചെയ്തു, അവർ വരുമാനം നൽകിയതും അവർ കുടുംബങ്ങളെ പോറ്റിയതും ഒക്കെ പലരും സ്ഥലം വിറ്റുപോയവരുണ്ട്. അന്ന് ഒരു പാസ്പോർട്ട് സെർച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് പിന്നെ വയസ്സുമായി പാസ്പോർട്ട് എടുത്ത് ഗൾഫിലേക്ക് പോവുക, ഈ ദാരിദ്ര്യം പുറത്തു മാറ്റാൻ പോവുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. ഓർഗനൈസിംഗ് ചെയർമാൻ PA അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. അബു ഹന്നത്ത് മൗലവി പ്രാർത്ഥന നടത്തി. ET മുഹമ്മദ് ബഷീർ മഠത്തിൽ മുസ്തഫ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുരസ്കാരം സ്വീകരിച്ച ശേഷം യഹ്യ തളങ്കര തന്റെ KMCCയിലെ പ്രവർത്തന ആരംഭം മുതലുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു. KMCCയോടൊപ്പം ചേർന്നുള്ള പ്രവർത്തനമാണ് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷവും സംതൃപ്തിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർണാടക നിയമസഭാ അംഗം NA ഹാരിസ് വീഡിയോ കോൺഫറൻസിലൂടെ ആശംസ അറിയിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, ജനറൽ സെക്രട്ടറി A അബ്ദുൽ റഹ്മാൻ, കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുല്ല, NA നെല്ലിക്കുന്ന് MLA, AKM അഷ്റഫ് MLA, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, ഓർഗനൈസിംഗ് ജനറൽ കൺവീനർ ഇബ്രാഹിം കുട്ടി ചൊക്ലി, ബെവിഞ്ച അബ്ദുള്ള, മൊയ്തു എടയൂർ, സിദ്ദിഖ് നദ്വി ചേരൂർ, കുട്ടി കുടല്ലൂർ, A ഹമീദ് ഹാജി, ഹംസ തോട്ടി, അബ്ദുള്ള ആറങ്ങാടി, VP മുഹമ്മദ് അലി, ഹുസൈൻ ചെറുതുരുത്തി, ഹക്കീം മലപ്പുറം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അന്നം മുടക്കാനല്ല, നാട്ടുകാർക്ക് അന്നം വിളമ്പാനാണ് ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചും സമാന്തര ഹോട്ടലുകളിലായി പ്രവർത്തിക്കുന്ന തട്ടുകടകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടും മുദ്രാവാക്യം മുഴക്കി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സമാന്തര ഹോട്ടലുകളായി പ്രവർത്തിക്കുന്ന തട്ടുകടകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റ് നേതൃത്വത്തിൽ ഹോട്ടലുകൾ അടച്ചിട്ട് സമരത്തിനിറങ്ങിയത്. വെള്ളാപ്പ് റോഡ് വ്യാപാര ഭവൻ പരിസരത്ത് നിന്നാരംഭിച്ച മാർച്ചിൽ നിരവധി ഹോട്ടൽ ഉടമകൾ അണിനിരന്നു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നടത്തിയ മാർച്ച് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ മടുത്തു. ഞങ്ങളുടെ ജീവിതവും കഴിയണം, ഞങ്ങളുടെ കുടുംബവും കഴിയണം. ഞങ്ങൾ ആരുടെ അടുത്താണ് പരാതി കൊടുക്കേണ്ടത്? പരാതി കൊടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം സംഘടനയുടെ പേരിലും ജില്ലയുടെ പേരിലും യൂണിറ്റിന്റെ പേരിലും ഒക്കെ പരാതികൾ കയറിയിറങ്ങി കൊടുത്തു. അവസാന നിമിഷം തൃക്കരിപ്പൂരിന്റെ യൂണിറ്റിന്റെ മീറ്റിംഗിൽ വെച്ച് ഒരു ധർണാ സമരത്തെ കുറിച്ച് പ്ലാൻ ചെയ്തപ്പോൾ ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് സമരത്തിലേക്കൊന്നും പോകരുത്, പഞ്ചായത്തിൽ കൊണ്ട് ഒരു പരാതി കൂടി നിങ്ങൾ കൊടുക്കുക. അവർ അതനുസരിച്ച് ഒരു പരാതി കൂടി ഇവിടെ കൊടുത്തു. എന്നിട്ടോ ആ പരാതി കൊടുത്തതിന് ശേഷം ഇവിടുത്തെ മീറ്റിംഗ് കൂടിയപ്പോൾ ഞങ്ങൾ കൊടുത്ത പരാതി പോലും മേശപ്പുറത്ത് എടുത്തു വയ്ക്കാൻ, ചർച്ച ചെയ്യാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ ഭരണസമിതി അംഗങ്ങളോ തുനിഞ്ഞില്ല. അതെന്താണ്? വോട്ടുകാരെ തീരെ കൊള്ളാത്ത ആളുകളാണോ? പ്രിയമുള്ള ഭരണസമിതി അംഗങ്ങളെ. യൂണിറ്റ് പ്രസിഡന്റ് മനോജ് കുമാർ നേരിടിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി, യൂണിറ്റ് സെക്രട്ടറി P വിജയൻ, ട്രഷറർ C വിജയൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം, രഘുവീർ പൈ, രാജൻ കളക്കര, KP ദാമോദരൻ, പ്രകാശൻ പരിപ്പുവട, E സത്യനാഥൻ, KB അജേഷ്, P അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സംസ്ഥാന സർക്കാരിൻ്റേത് കർഷക വിരുദ്ധ നയമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. വന്യജീവി ശല്യത്തിന് ശാസ്ത്രീയവും സുസ്ഥിരവുമായ പരിഹാരം വേണമെന്ന ആവശ്യവുമായി വെള്ളരിക്കുണ്ടിൽ കഴിഞ്ഞ 63 ദിവസങ്ങളായി നടന്നുവരുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയതായിരുന്നു അദ്ദേഹം. വന്യജീവി ശല്യത്തിന് ശാസ്ത്രീയവും സുസ്ഥിരവുമായ പരിഹാരം വേണമെന്ന ആവശ്യവുമായി വെള്ളരിക്കുണ്ടിൽ കഴിഞ്ഞ 63 ദിവസങ്ങളിലായി നടന്നുവരുന്ന
കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യവുമായി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് എത്തി. CPM നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റേത് കർഷക വിരുദ്ധ നയമാണെന്നും കൃഷി നശിപ്പിക്കുന്ന ക്ഷുദ്രജീവികളെ തുരത്താനുള്ള അനുവാദം പോലീസിന് നൽകണമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. കുടിയേറ്റ മലയോര കർഷകർക്കൊപ്പം BJP നിലകൊള്ളുമെന്നും കേന്ദ്ര സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമം വിലപോകില്ലെന്നും ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു. 50കളിലും 60കളിലും 70കളിലും ഇതിലും വലിയ വന്യജീവികളുള്ള കാലത്ത്, ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളുള്ള കാലത്ത് മണ്ണിനോടും മലമ്പാമ്പിനോടും മല്ലടിച്ച് ഈ നാടിനെ ഈ നിലയിൽ എത്തിച്ച മലയോര കർഷകനാണ് ഇവിടെ ഇരുന്ന് സമരം ചെയ്യേണ്ട ഗതികേട്. അന്നും ഇന്നുമായിട്ടൊരു വ്യത്യാസമുണ്ട് ചേട്ടാ. എന്താണെന്നറിയോ? അന്നും ഇന്നുമായിട്ടുള്ള വ്യത്യാസം, അന്ന് ഗവൺമെന്റ് കർഷകനൊപ്പമായിരുന്നു, ഇന്ന് ഗവൺമെന്റ് ഫോറസ്റ്റിനൊപ്പമാണ്. അതാണ് വ്യത്യാസം. ഇന്ന് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് മൃഗങ്ങൾക്ക് വേണ്ടിയും വനങ്ങൾക്ക് വേണ്ടിയുമാണ്. അതാണ് വ്യത്യാസം. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, മേഖലാ വൈസ് പ്രസിഡന്റ് K നിത്യാനന്ദൻ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ കാലിക്കടവ്, ഉത്തമൻ എന്നിവർക്കൊപ്പമായിരുന്നു ഷോൺ ജോർജിന്റെ സന്ദർശനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബാര മാങ്ങാട് WLP സ്കൂളിന്റെ 100ാം വാർഷികം ശനിയാഴ്ച നടക്കും. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ പരിപാടികളോടെയായിരിക്കും സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് പ്രതിഭകൾ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ച GWLP സ്കൂളിൻ്റെ 1925 തുടക്കം കുറിച്ച സ്കൂളിൻ്റെ 100ാം വാർഷികത്തിനാണ് നാളെ ബഹുമാനപ്പെട്ട കാസർഗോഡിൻ്റെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. ഉദുമ MLA CH കുഞ്ഞമ്പു അധ്യക്ഷം വഹിക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലക്ഷ്മി മുഖ്യാതിഥിയായി, പിന്നെ ഖാദർ മാങ്ങാട്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ഖാദർ മാങ്ങാട്, പ്രമുഖ എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് തുടങ്ങിയ സാംസ്കാരിക നായകന്മാരൊക്കെ ആ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഹമീദ് മാങ്ങാട്, ശതാബ്ദി ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാനും വാർഡ് മെമ്പറുമായ സുനിൽ മൂലയിൽ, ഹെഡ്മാസ്റ്ററും ശതാബ്ദി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനറുമായ ബാലകൃഷ്ണൻ M, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ MH മുഹമ്മദ് കുഞ്ഞി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ തിലകരാജൻ മാങ്ങാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ആനന്ദാശ്രമം പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. അരികെ എന്ന പേരിൽ മാവുങ്കാൽ IMA ഹാളിലാണ് സംഗമം സംഘടിപ്പിച്ചത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ആനന്ദാശ്രമം പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. അരികെ എന്ന പേരിലായിരുന്നു പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. മാവുങ്കാൽ IMA ഹാളിലായിരുന്നു പരിപാടി നടന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ നമ്മുടെ ജില്ലക്കാർക്ക് തന്നെ നിരവധിയായിട്ടുള്ള പാലിയേറ്റീവ് സംഘങ്ങളുണ്ട്. പ്രധാനമായും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ജില്ലക്കകത്ത് പ്രവർത്തിക്കുന്ന മെച്ചപ്പെട്ട് പ്രവർത്തനം നടത്തി വരുന്നത് കരിന്തളം പാലിയേറ്റീവാണ്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള വേറെയും പാലിയേറ്റീവ് സംഘടനകൾ നമ്മുടെ ജില്ലക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ജില്ലയിലെ വിവിധ പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് പാലിയേറ്റീവ് ഉണ്ട്. നല്ല പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അജാനൂർ പഞ്ചായത്ത് ഒരു മാതൃക തന്നെയാണ്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിനകത്ത് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പാലിയേറ്റീവ് രംഗത്ത് നടന്നു വരുന്നത്. പാലിയേറ്റീവിൻ്റെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പല രീതിയിൽ നമ്മുടെ സമൂഹത്തിനകത്ത് നടന്നു വരുന്നു. കേരളത്തിൽ തന്നെ ഗവൺമെന്റ് തന്നെ ഇതുവേണ്ടി വലിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. എന്തൊക്കെയാണെങ്കിലും രോഗികൾ കുറഞ്ഞു വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് പ്രധാനപ്പെട്ട കുറേയധികം വേറെയും വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ അധ്യക്ഷത വഹിച്ചു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീഷ് കിറ്റ് വിതരണം നടത്തി.
വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദാമോദരൻ എ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പുഷ്പ ജി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലക്ഷ്മി തമ്പാൻ, 10ാം വാർഡ് മെമ്പർ ശ്രീദേവി KR, അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി KH അനീഷ് കുമാർ, IMA പ്രസിഡന്റ് ഡോക്ടർ ശശിധര റാവു, FHC അജാനൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാർ R എന്നിവർ സംസാരിച്ചു. FHC ആനന്ദാശ്രമം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധനേഷ് KC സ്വാഗതവും FHC ആനന്ദാശ്രമം ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ PT നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, മാവുങ്കാൽ. ഭാരതീയ ജനതാ പാർട്ടി സോഷ്യൽ ഔട്ട്റീച്ച് ജില്ലാ ശില്പശാല നടന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സ്വന്തം മതവിശ്വാസം മുറുകെ പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതും എല്ലാ മതവിശ്വാസങ്ങളെയും അംഗീകരിക്കുന്നതും BJP മാത്രമാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി സോഷ്യൽ ഔട്ട്റീച്ച് ജില്ലാ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ഔട്ട്റീച്ചിന്റെ സംസ്ഥാന യോഗം തിരുവനന്തപുരത്ത് നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരജി പറഞ്ഞു, പള്ളിയിൽ പോകുന്ന മുസ്ലിങ്ങളായിരിക്കും മതി, 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിങ്ങളെ മതി, നമുക്ക് ആ വിശ്വാസത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷേ കാര്യമുള്ളൂ, രാജ്യവിരുദ്ധമാകരുത് നിങ്ങളുടെ പ്രവർത്തനം. RSS മാത്രമുള്ളൂ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന് വിരുദ്ധമാകാതിരുന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും, ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഏത് മതവിശ്വാസങ്ങളെയും, വിശ്വാസികളുടെ പ്രസ്ഥാനമാണ് BJP. ഹൈന്ദവ വിശ്വാസങ്ങൾ മാത്രമല്ല, അതൊരു സംസ്കാരമാണ് ഹൈന്ദവ വിശ്വാസം. ആ ഹൈന്ദവ വിശ്വാസങ്ങളുടെ സംസ്കാരത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് RSS വളർന്ന് വന്നു ചെയ്തത്. ഇവിടെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ പലപ്പോഴും ഇവിടെ വന്നിട്ട് RSSനെ വളർത്താൻ ശ്രമിക്കുക. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇവിടെ വന്ന് RSSനെ വളർത്തില്ല. കാരണം RSS വളർന്ന് പന്തലിച്ച് 100ാം വർഷം ആഗ്രഹിച്ച് രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമാണ്. നിങ്ങളെല്ലാം പാർട്ടി ആഗ്രഹിക്കുന്നതും RSS ആഗ്രഹിക്കുന്നതും നിങ്ങളിലൂടെ ഈ പ്രസ്ഥാനത്തിലേക്ക് 10 ക്രിസ്ത്യാനി വരുമെന്നുള്ളതാണ്. KV മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, BJP കോഴിക്കോട് മേഖലാ വൈസ് പ്രസിഡന്റ് K നിത്യാനന്ദൻ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ കാലിക്കടവ്, ഉത്തമൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി വെള്ളരിക്കുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് തോമസ് ചെറിയാൻ, ലൈസമ്മ ജോൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സബ് ജില്ലാ കലോത്സവങ്ങൾ ഒരേ തീയതികളിൽ പ്രഖ്യാപിച്ചത് പ്രതിസന്ധിക്കിടയാവുന്നു. ബേക്കൽ, ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവങ്ങളാണ് ഒക്ടോബർ 29 മുതൽ നവംബർ 1 വരെ തീയതികളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവത്തിന് മുന്നോടിയായുള്ള കരുത്തരായ സബ് ജില്ലകളാണ് ഇവ രണ്ടും. ബേക്കൽ, ഹോസ്ദുർഗ് സബ് ജില്ലാ കലോത്സവങ്ങൾ ഒരേ തീയതികളിൽ പ്രഖ്യാപിച്ചത് അണിയറ പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും കലാ ആസ്വാദകർക്കും ഒരുപോലെ പ്രയാസത്തിനിടയാക്കുന്നു. ഒക്ടോബർ 29 മുതൽ നവംബർ 1 വരെയാണ് കലോത്സവം തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹോസ്ദുർഗ് സബ് ജില്ലാ കലോത്സവം കോടോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. ബേക്കൽ സബ് ജില്ലാ കലോത്സവം ബേക്കൽ ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുക. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവങ്ങളിൽ ഏറ്റവും കരുത്തരായ 2 സബ് ജില്ലകളാണ് ഇവ. 2 കലോത്സവങ്ങളും ഒരേ തീയതിയിൽ പ്രഖ്യാപിച്ചതോടെ അണിയറ പ്രവർത്തകർക്കാണ് ഏറെ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും നൃത്ത അധ്യാപകരെയും തീരുമാനം കടുത്ത പ്രതിസന്ധിക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. കലാ ആസ്വാദകരെ സംബന്ധിച്ച് 2 കലോത്സവങ്ങളും ഒരേ സമയം പ്രഖ്യാപിച്ചതിനാൽ തങ്ങളുടെ ഇഷ്ട ഇനങ്ങൾ കാണുന്നതിനുള്ള അവസരവും നഷ്ടപ്പെടുന്നു. ഒരേ വീട്ടിലെ കുട്ടികൾ 2 സബ് ജില്ലകളിലായി പഠിക്കുന്നതിനാൽ കുടുംബങ്ങൾക്കും കുട്ടികളെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കേണ്ടത് ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. സ്റ്റേജ് മത്സരങ്ങളിൽ ഒപ്പന, നാടോടി നൃത്തം, ഗ്രൂപ്പ് ഡാൻസ്, നാടകം തുടങ്ങിയ ആകർഷണങ്ങളായ ഇനങ്ങൾ വ്യത്യസ്ത ദിവസങ്ങളിൽ സംഘടിപ്പിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. വിഭിഷാവനിൽ, ന്യൂസ് ബ്യൂറോ, സിറ്റി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാണിക്കുഞ്ഞേട്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മഹിളാ പ്രസ്ഥാനങ്ങൾ നടത്തിയ മടിയനിലെ മാണിക്കുഞ്ഞേട്ടിയുടെ അനുസ്മരണം
അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മടിയൻ ജംഗ്ഷനിൽ നടന്നു. ഇടതുപക്ഷത്തിന് ബാലികേറാമലയായ പ്രദേശങ്ങളിൽ പോലും കടന്നുചെന്ന് പുരോഗമന പ്രസ്ഥാനങ്ങൾ പടുത്തുയർത്താൻ വലിയ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു മാണിക്കുഞ്ഞേട്ടിയെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് PK ശ്രീമതി പറഞ്ഞു. അതിലും സഖാവ് മാണിക്കുഞ്ഞിയുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതുപോലെ സഖാവ് മാണിക്കുഞ്ഞിയുടെ ഒപ്പം എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സഖാവ് രമണിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പോരാട്ടങ്ങളെ സംബന്ധിച്ചുമെല്ലാം നിങ്ങൾക്കറിയാം. അത് എപ്പോഴും ഒരുമിച്ചായിരുന്നു അന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് യോഗത്തിന് വന്നിരുന്നത്. അവിഭക്ത കണ്ണൂർ ജില്ലയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഈ കാസർഗോഡ് ഭാഗത്തെന്ന് പറയുമ്പോൾ കുട്ടരിപ്പൂഴ് മുതൽക്ക് മഞ്ചേശ്വരം വരെയുള്ള പ്രദേശങ്ങളിൽ സംഘടന പ്രവർത്തനം നടത്തുന്നതിന് ഓടി പ്രവർത്തിച്ച നേതാക്കളാണ് സഖാവ് മാണിക്കുഞ്ഞും രമണിയുമൊക്കെ. നമ്മുടെ മുൻകാല നേതാക്കൾ എന്നുള്ള നിലയിൽ അവർ നടത്തിയിട്ടുള്ള ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പോരാട്ടങ്ങളെ സംബന്ധിച്ചും അവരുടെ അവദാനങ്ങൾ നമ്മൾ പാടിപ്പോറ്റിയില്ലെങ്കിലും ഓർമ്മിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വവും കടമയുമാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് PA ശകുന്തള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ E പത്മാവതി, ജില്ലാ സെക്രട്ടറി M സുമതി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ദേവി രവീന്ദ്രൻ, VV പ്രസന്നകുമാരി, V ഗീത, P രുക്മിണി, സുനു ഗംഗാധരൻ, ഏരിയ വൈസ് പ്രസിഡന്റ് VV തുളസി, ഏരിയ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് P ബിന്ദു, ഏരിയ കമ്മിറ്റി അംഗം T ശോഭ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി KV സുജാത ടീച്ചർ സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് ഏരിയയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നിരവധി പ്രവർത്തകർ അനുസ്മരണ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുടുബിദ്രിയിൽ കോളേജ് കുട്ടികളെ ഉൾപ്പെടെ പെൺവാണിഭത്തിനായി ഉപയോഗിക്കുന്ന സംഘം പിടിയിൽ. പെൺകുട്ടികളുടെ വ്യാജ പേയിങ് ഗസ്റ്റുകളായി പാർപ്പിച്ചായിരുന്നു ചൂഷണം. ഭീമനടി പ്ലാച്ചിക്കരയിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 15 പേർക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് റോഡിൽ വാഹന ഗതാഗതം 1 മണിക്കൂറോളം സ്തംഭിച്ചു. കാസർഗോഡ് പോക്സോ കേസ് പ്രതി പിടിയിൽ. ബേർക്ക ചെർക്കളയിലെ അഷ്റഫാണ് അറസ്റ്റിലായത്. ചന്തേരയിൽ MDMAയുമായി യുവാവ് പിടിയിൽ. കാടാങ്കോട്ടെ VP മുഹമ്മദ് നവാസാണ് അറസ്റ്റിലായത്. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് കലോത്സവത്തിനിടെ കൂട്ടത്തല്ല്. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. ചെങ്കള പഞ്ചായത്തിലേക്ക് CPIM മാർച്ച് നടത്തി. ചെങ്കള പഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് ആരോപിച്ചായിരുന്നു ബഹുജന മാർച്ച്. തട്ടുകടയും ഓംലെറ്റും റെഡി. പഴമയുടെ കഥ പറഞ്ഞ് ആലൂർ ഓൾഡ് ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ വേറിട്ട പരിപാടി ശ്രദ്ധേയമായി.